പ്രാകാരം വിട്ടു ഞാൻ വന്നിടട്ടെ, ചേർക്കുമോ എന്നെ നിന്റെ സന്നിധേ, തീർക്കുമോ എന്നെ നിന്റെ പൈതലായി, ആർക്കുമേ നിന്റെ ചാരനാളെല്ലാം. പ്രാകാരം വിട്ടു ഞാൻ വന്നിടട്ടെ, ചേർക്കുമോ എന്നെ നിന്റെ സന്നിധേ, തീർക്കുമോ എന്നെ നിന്റെ പൈതലായി, ആർക്കുമേ നിന്റെ ചാരനാളെല്ലാം. പാപിയായി ഞാൻ ഉഴന്നിഹത്തിൽ, ജീവനായി ഞാൻ ഓടി വലഞ്ഞു, ഒരുക്കി നീ എനിക്കായി സങ്കേതം, വരുന്നു ഞാൻ നിൻ നഗരമതിൽ.
പാപിയായി ഞാൻ ഉഴന്നികത്തിൽ ജീവനായി ഞാൻ ഓടി വലഞ്ഞു. ഒരുക്കി നീ എനിക്കായി സങ്കേതം, വരുന്നു ഞാൻ നിന്നഗരമതിൽ. എന്റെ കൺകൾ നിൻ മുഖം കാണട്ടെ, എന്റെ കൈകൾ നിൻ വേല ചെയ്യട്ടെ, എന്റെ കാൽകൾ നിൻ പാതയോടട്ടെ. നീ വസിക്കും മന്ദിരമാണല്ലോ ഞാൻ. എന്റെ കൺകൾ നിൻ മുഖം കാണട്ടെ, എന്റെ കൈകൾ നിൻ വേല ചെയ്യട്ടെ, എന്റെ കാൽകൾ നിൻ പാതയോടട്ടെ. നീ വസിക്കും മന്ദിരമാണല്ലോ ഞാൻ. പ്രാകാരം വിട്ടു ഞാൻ വന്നിടട്ടെ, ചേർക്കുമോ എന്നെ നിന്റെ സന്നിധേ, തീർക്കുമോ എന്നെ നിന്റെ പൈതലായി. പാർക്കുമേ നിന്റെ ചാരേ നാളെല്ലാം. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ വെടിഞ്ഞു ദേവാ, എൻ മാനസം നീറുന്നു നാഥാ. നീ എന്നെ വെടിഞ്ഞു ദേവാ, എൻ മാനസം നീറുന്നു നാഥാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. ആകുലനാണു ഞാൻ, രോഗങ്ങൾ പേറുന്നു, നീ എന്നെ മറന്നോ നാഥാ. ആകുലനാണു ഞാൻ, രോഗങ്ങൾ പേറുന്നു, നീ എന്നെ മറന്നോ നാഥാ. ആഴിയിൽ താഴുന്നു കരയറിയാത്തവൻ, നീ എന്നെ വെടിഞ്ഞു ദേവാ. ആഴിയിൽ താഴുന്നു കരയറിയാത്തവൻ, നീ എന്നെ വെടിഞ്ഞു ദേവാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു
ഉരുകുന്നു ദേവാ. സ്നേഹിതരില്ലാത്തോൻ വൈരികളേറിയോ നീ എന്നെ മറന്നോ നാഥ. സ്നേഹിതരില്ലാത്തോൻ വൈരികളേറിയോ നീ എന്നെ മറന്നോ നാഥ. ഉള്ളം തകർന്നവൻ ഉറ്റവരില്ലാത്തോൻ നീ എന്നെ വെടിഞ്ഞോ ദേവാ. ഉള്ളം തകർന്നവൻ ഉറ്റവരില്ലാത്തോൻ നീ എന്നെ വെടിഞ്ഞോ ദേവാ. നീ എന്നെ മറന്നോ നാഥ. എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ മറന്നു നാഥ. എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ വെടിഞ്ഞോ ദേവാ. എൻ മാനസം നീറുന്നു നാഥ. നീ എന്നെ വെടിഞ്ഞോ ദേവാ. എൻ മാനസം നീറുന്നു നാഥ. നീ എന്നെ മറന്നു നാഥ. എൻ ഹൃദയം ഉരുകുന്നു ദേവാ. ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും
പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ ഊഴിയായ ദേഹവും മായയാകലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യജീവൻ
ദ്വേഷമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപിനിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ.
ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ, കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. Praise God. Let us all close our eyes. Let us pray for the blessing of this service this evening. And as we are all praying, Pastor Philip Matthew, the pastor of Bethel Church of God, is going to come and pray. ഞാനുള്ള അവസാനത്തോടെ എല്ലാ നാളുകളോട് കൂടെയുണ്ട്. നനച്ചത് കർത്താവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് സ്തുതിക്കുന്ന കർത്താവ്. അവിടുത്തെ തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്നു. പർവ്വതമുണ്ടായ നമ്മുടെ ഭൂമിയെ ഭൂമണ്ഡലത്തിൽ നിന്ന് മുറിച്ചു മുമ്പ് ഞാൻ അതിയായി ശാശ്വതമായ നിർദ്ദയമായിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. ഈ സായനകൾ കർത്താവെ ഞങ്ങളുടെ സിദ്ധാന്തത്തിൽ കണ്ടുവരുന്നു. ഞങ്ങളുടെ വാത്സല്യ പ്രിയ സാഹചര്യ കർത്താവെ സർവീസുകളിലേക്ക് കടന്നുവന്നിരിക്കുന്നു. അവിടെ ഞാൻ മറ്റുള്ള സ്തോത്രം ഞങ്ങളുടെ സ്ഥിതി ഞാൻ കർത്താവിനായി വാഴ്ത്തുന്ന കർത്താവെ ഞങ്ങളുടെ വാത്സല്യ ഞാൻ പ്രധാനമായി നൽകുന്നു. ചുറ്റും കാര്യങ്ങൾ തന്നെ പിടിച്ചയക്കുവാൻ കർത്താവിയാക്കി കർത്താവ് തന്റെ സമയത്ത് തക്ക സമയത്ത് അവിടെ വിളിച്ച് അങ്ങനത്തെ സിദ്ധാന്തത്തിലേക്ക് ചേർത്തതിനായി സ്തോത്രം. വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത അതിനുള്ള പ്രതീക്ഷയിൽ അങ്ങയോടൊപ്പം ആയിരിക്കുന്നവർക്കായി അങ്ങയെ സ്തുതിച്ച് അങ്ങയെ വാഴ്ത്തുന്നു. വേർപാട് കർത്താവിന് ദുഃഖമാണ്, ഭാരമാണ്. കർത്താവെ പ്രിയയുടെ വേർപാട് ബന്ധത്തിൽ അധിക ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളല്ല കർത്താവിനെ ഏൽപ്പിക്കുന്നു. വിശേഷത്തിൽ വിഷുവരനായി സിസ്റ്റർക്കായി കുടുംബാംഗങ്ങൾക്കായി എല്ലാവരെയും കർത്താവിനെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും കരുന്ന ദിവ്യ സമാധാനം കൊണ്ട് അവിടെ നിന്ന് എല്ലാം നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടെ നടക്കുന്ന
ഈ ശുശ്രൂഷ വേദിയെ കർത്താവിന്റെ പ്രദാസ കർത്താവിനെ നിർവഹിക്കാൻ നിങ്ങളുടെ സ്തോത്രം ഞാൻ ഒരുമിച്ചുള്ള അനുഗ്രഹിക്കുമാറാകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അവസാനം അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോട് ഇരിക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധിയാത്മാവ് എല്ലാം നീന്തൽച്ചെടുത്തുമാറാകണമേ. എല്ലാ മാനവും സ്തുതിയും സ്വന്തം ബഹുമാനം അറിയപ്പെടുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥിക്കാതെ കേട്ടിരിക്കുന്ന സ്തോത്രം സകലങ്ങൾക്ക് വേണ്ടി ഞാൻ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you, Pastor. We will sing some congregation songs now, and Brother Viju is going to lead us to do that. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം നാളുവീരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം നാളുവീരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൻമഹിമ പ്രാപിച്ചെന്നു വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൻമഹിമ പ്രാപിച്ചെന്നു വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിന്റെ തിങ്ങ ചുമക്കാം. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിന്റെ തിങ്ങ ചുമക്കാം. നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിലത്ര നാം നിൽക്കവേണ്ട പോർപ്പൊരുത് യാത്ര തുടരാം. നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിലത്ര നാം നിൽക്കവേണ്ട പോർപ്പൊരുത് യാത്ര തുടരാം, എന്നും യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. If you have prayed for Sarah, and I thank you for all that you did for her and for that family, on behalf of the family and also on behalf of the church. I have also known them for a while now, and especially Sarah ever since she came to this country in 2012 for cancer treatment, and I have been very involved in their lives and in her life particularly, so that God would work a miracle in our life. So as we are here, let us look unto God. Let us find grace in God. Only God can do something. Only God can comfort us. None of us have words of comfort, but let God and His presence be here this evening time, and let Him comfort and console all of us. Since Sarah was very active in our youth ministry, although while she was taking treatments, whenever she could come into our church, she always came here, and she participated in whatever fashion she could. And I remember, want to share a few things just quickly off the top of my head, and I know a lot of people are going to share after me. Sarah liked singing, and a little later you will see a video where she is singing. Always liked to sing whenever she came to church. Once she asked me, like, when we were singing these congregational songs, she said, I want to be part of singing the congregational Malayalam song. So she would sit, all of us stand,
but she couldn't even stand, so she would sit in a place and we would give her this wireless mic to sing. So always she wanted to sing, and every youth meeting she would take a song as one of the items. And also she was a good artist, and if you see around the aisles here today, those are all arts drawn by her. And so while you're walking around this hall, please note that while you're doing that. And one of the art that she did, we had a convention last year here in this church. She drew the artwork for that, and it is part of this art collection here. So I'm thankful for all the talents that God gave Sarah, and she used it to the maximum. And I'm glad that she did that. And one of the messages that she is sending us also in our life. While we have this life here, you and I need to use whatever God has given us. And if we do that, God will be well pleased with us. And with this, I'm going to close here. It's time for people to pay their tributes here this evening time to Sarah. And the first and foremost people I'm going to invite are Sarah's classmates from our Sunday school classes. So that's where we're going to start. Sarah was a child in our Sunday school system, one of the youth members, like I told you, very active youth member at that. And so we're going to start to hear from our own children here this evening time first, and we will start with Darcy, then Gladys, then Rebecca, and then Julie. They're going to come in that order, from the youngest to the oldest. So as they're coming, let us listen to what they have to say. Praise the Lord. I thank God for giving me this opportunity to stand before you on this occasion. Although I have only known Sarah for 3 years, she has been in this church, and I've been privileged to see her as a part of our congregation. The one thing that everyone knows about Sarah is that she was a strong person. She persevered through every struggle that life threw at her. Although she had to go through many things in her life, she always stayed so strong. Even when she was in pain, she would come to Sunday school with her notepad and pen, eager to learn. She came up to this podium to sing on youth meeting Sundays. She even took violin classes. She had many talents, such as singing and drawing, and as you can see, she drew very well. And she always shined bright with, even when things were tough. It is extremely hard to think that a person that I've known and sat with and talked to is no longer here. But we all know that God had a plan for her life, and He took her to be with Him. Now I can honestly say that she will be eternally happy with Him. Very quickly, I would like to read a verse from the Bible. In John chapter 14, verses 1 through 4, it says, "Don't let your hearts be troubled. Trust in God and trust also in me. There is more than enough room in my Father's home. If this were not so, would I have told you that I am going to prepare a place for you? When everything is ready, I will come and get you so that you will always be with me where I am, and you know the way to where I'm going." So God obviously has a plan for Sarah's life, and now she'll be in heaven, as the scriptures say. Thank you. Praise the Lord. My name is Gladys. In the few years I had with Sarah, I had the opportunity to baptize with her and to see her worship God in spirit. As many of those who are lucky to know her, we all know that Sarah is an amazing, faithful individual. She was a multi-talented person who affected all those who were around her. Among her many enduring talents was singing. She loved to sing during youth meetings and Sunday services and any opportunity she received. Her songs and melody have touched and inspired all those who were privileged to hear her sing while she was with us. I'd like to honor Sarah by dedicating this song to her and her undeniable effect she had on my life in the few years I had with her. There's a peace I've come to know, though my heart and flesh may fail. There's an anchor for my soul
Praise the Lord. First and foremost, I would like to thank each and every one of you for your support and prayers for not only the family but also the church over this past week. It means a lot to us to know that how much Sarah has touched all of your lives. I didn't know Sarah long, and we had a language barrier, so we didn't have much to talk about. But I found out through these years of knowing her that actions tend to speak louder than words. Anyone who knew Sarah knew how much she loved life. She was a person who worked hard despite her challenging times, and she always presented the best version of herself. She was a selfless person who always wanted to contribute to church in whatever way she could. And I am so incredibly grateful and blessed to have shared this part of her life with her. Sarah was taken away too soon, and however, I know she was greeted by God in heaven. Life is a gift from God. I was extremely blessed to have known Sarah for these past few years. Although she had a short life, it was so very full of love and laughter and so many amazing feats that even today I still can't believe happened. She was loved by everyone. She was such a warm person. She was apparently very funny and clever, though I often missed the joke within the language barriers. But I knew she knew how to make people laugh, which was amazing considering everything that she'd been through, that she could still stand up and smile and make others laugh. It did not take much to make her happy, and it did not take much for her to make others happy. She had a passion for art and God. She was a lot better than drawing than I was. I could kind of draw stick figures. But she never hesitated to contribute to church. She would learn the English lines that we used for our Christmas play. She memorized scripture way better than I ever could. And she always sang songs in church, giving us the beautiful voice that we could hear on Sunday mornings. No matter what state her physical health was in, she always worked hard to show off her talents and praise and worship God. I may have not known her long, but one thing is for sure. Her family instilled the great values of the importance of family in her. She loved God and her family, displaying her maturity and concern for others in a compassionate way that was way beyond her years. Ultimately, Sarah became part of our family, a person whose presence impacted us and made us better people. We were taught by her that with a passion for life and love, you can overcome some of the greatest challenges. Sarah, I hope you have left the world in peace. I'm happy that you are finally free of your suffering and your pain, and now with our Lord in heaven. Our heaven now has a new angel to look over all of us, including me. You will forever be in our hearts, and we will always remember and love you. Thank you, youth, for all those kind words for Sarah. I made a mistake when I said Julie is going to come next. It's actually Julie's sister Cindy is going to come next. But before, as she's coming forward, I want to say a few things about her. Cindy is one of the Sunday school teachers of Sarah, and I was also teaching at the time. And we were teaching on baptism at the time, and we gave a lesson. Finished the lesson and then asked who wants to be baptized, and guess who raised her hand first without any hesitation? Me. So Sarah was like this, and then we were like, "You have any questions?" Said, no questions. Everything is, I know everything about baptism has to be taken. So we were like, "Oh really?" So we tried to quiz her and another child who immediately raised their hands for baptism, and she was able to answer all the questions. So as Sunday school teachers, we were proud. We can get to some people, but usually it's not that easy. So I was glad to. So therefore, Sarah got baptized. At the beginning, not too long ago, Sarah was baptized as a result of that class that we took. So one of the nice things that happened in her life was water baptism as a result of coming here to the U.S. So now I will ask Simi to come forward and say a few words. Good evening. Thank you all for everyone who's gathered here today to honor the memory of Sarah Kuti. When she first came to America, God gave me another close sister.
Though she entered the land in pain and suffering, she remained here as a bright star. Thank you. Sorry. Just- If you knew her, you know that she would always be smiling, even when her pain was the greatest. She would put others before herself and inquire about everyone's well-being before we could even ask about her own. Her mind was always alert, asking questions about everything and wanting to learn it all. Her wit and wisdom were just as surprising. Although she was a child, she was much mature beyond her age. I mean, even my mom would point out that Sarah could make chore more than me could before I could. When I asked if she could cook before she came to America, she said no. She just simply followed a recipe on the internet. A sickness that strips a person to their everyday capabilities only made this girl stronger. As a child from India, there was a clear language barrier between her and the church youth. This became evident during Sunday school, even when I had to teach about baptism of the Holy Spirit. I understand Malayalam really well, but sometimes in speaking the language there are gaps. Words such as pavam and rachichu were easy, but when it came to being made righteous in the glory of God, I would ask her to read the verse from her Malayalam Bible. If I recognized the word, I'd be like, yes, that's what you need to know. Though we were teaching her, we learned from her more than any way that we could. I can definitely say the church youth's Malayalam has definitely improved. God gave us this beautiful and talented, and for those of you know, very artistic child. Although he took her in his time, God took her to be with him, because God knew that he needed this angel in his own heaven. Now this wonderful, intelligent, and stubborn, and for those of you who know Sarah, she was just as stubborn as she was bright and smiling. This stubborn artist is now one of God's brightest angels. We will always remember Sarah Kuti, and she will never be forgotten. Thank you. Thank you, Cindy. Now we're going to hear from the Word of God. Every function that we have, the Word of God has the most importance in our midst. So we will hear from the Word of God, and we have a special speaker in our midst tonight. I want to introduce him. He's a good friend of mine, Josh Matthew. As he comes forward, I want to say a few words about him. He's a very well-known speaker who travels all over the world and speaks the Word of God. And he's also, as some of you know, Pastor P.C., the late Pastor P.C. Matthew's son, his only son, and Brother Joshi and their family, they're very close, and therefore he's here to minister from the Word of God. So let us pay attention to the Word of God as he comes forward and ministers. When Josh called me this week and said if I could share, I'm usually not hesitant in sharing God's word, but this one was tough. And I said, I'll do it. And it's been quite painful since then because of the relationship that we as a family has had over the years to this wonderful family. It was probably about 2 decades ago that my dad at a prayer meeting, a Catholic prayer meeting, met Brother Joshi. They became friends. My dad shared the gospel with him.
had discipled him. And I remember days and days where he would spend time in my house. He was married then, and then we found out that they were going to have a baby. We found out it was a surprise. And my mom said we're going to call her Sarah. To the middle aisle only and come this way. So walk like this and come like this so the camera can catch you, and then go that to that end there. So it's time for viewing now. So those of you who want to come can come to the middle aisles, come this way to the stage area, and then go like this, and the musician will sing now. Where's the praise I've come to know? Though my heart of flesh may fail, there's an anchor for my soul. I can say it is well. Jesus has overcome, and the grave is overwhelmed. Victory is won. He is risen from the dead. I will rise when He calls my name. No more sorrow, no more pain. Will rise on eagle's wings before my God, fall on my knees and rise. I will rise. There's a day that's drawing near, when this darkness breaks to light, and the shadows disappear, and my faith shall be my eyes. Jesus has overcome, and the grave is overwhelmed. Victory
Church. And after that, we have Brother Johnson from ICA who's going to speak. And after that, we have Pastor A.M. Murray and Pastor Matthew Phillip. So they will be coming in that order. And let us listen to what they have to say. Praise the Lord. I thank God for helping me to stand here. I stand here on behalf of all the mothers and of the Bethel Church of God. To us, Sarah was our child also. And most of you know her as a sick person due to the circumstances that she came to this country. We would like to tell you a few things that made Sarah very special in our lives. The first time I met her personally, it was about a week after she had come to this country, and it was at the Sloan Kettering Hospital. She was a bit shy in the beginning, but once she realized that I spoke Malayalam, we just hit it off right away. The more I spoke to her and the more she answered me, tit for tat, I realized I know this child well. She was a Malayalam version of my youngest daughter, Rachel. One spoke in English, and one spoke in Malayalam, and that was the only difference. And I fell in love with her at that moment. I came home, I told my husband, and he said, exactly, she's a Malayalam version of Rachel, that's all. From then on, we as a family loved her as our own. I had the freedom, since I spoke Malayalam, and she considered me her auntie. I could scold her, I could be strict with her, and I loved her as my own. She was very talented, very smart, and she was a sassy little child, and I mean it in a very good way. She always got the last word in everything I told. She loved everybody around her. She took the time when she met you to study you. She knew you better than you knew yourself, and she never forgot whoever she met. Anytime anyone called her on the phone, her first concern was, if my husband called, first thing she asked is, "Miniani endo parayunnu?" And she would say, "Rebecca College endo parayunnu?" Then she would ask about Rachel. And then Paul would make, in the same tone of voice, would say, "Sarah endo parayunnu?" She said, "Nyastu." That's all she had to say, no matter how much pain she was in, no matter what trouble she was in. Always she used to say, "Nyastu." She never complained about anything. Unless you stayed with her a little while, she would tell you, buried her and everything, but not to anybody else. That was the Sarah that we knew. She grew up spiritually in Christ, and you've heard all about that, and you read all about that in the flyers. When I asked all the moms in the church, only the ones that I got responded, what they would say about Sarah in one sentence when they first thought about her. Well, Sandy said she was way mature for her age. And one of the doctors in the Sloan Kettering also said she was a 15-year-old with a 90-year-old mind. That she was. And Sandy said she was a very strong and cheerful child. We could not complain in front of her because she would say, "Look at Sarah." And Minnie's sister, our pastor's wife, said she was a strong person who never showed her pain to anybody. No matter how much pain she was in, she always had a big smile. And I used to joke with her because she had a tooth that was chipped in the front. And I used to always say, she would smile again. And that was her. She was all those things to us and much more. And when you walk by, please notice the artwork that she did, because she was a very talented artist. And yesterday, Nancy and I were going to buy all the frames and put it up. And I said, if Sarah was here, she would say, "Lela Maria Mohanada." And that's how she was. She always made sure she talked to me like that, and I loved her for it. She was a very bright light in our lives, and she will always shine in our lives and in our church. We all loved her very much. And most of you are aware that I do talk a little too much. So she told her aunt recently, "Miniani ennu vannayirunne nalladayirunnu. Minianiyude varthanam kettondirikkumbol samayam pona ariyilla." So, Sarah Koche,
ഇനി നമുക്ക് സ്വർഗത്തിൽ കാണാം. അന്ന് നമുക്ക് വർത്തമാനം പറയാൻ നിത്യതയുണ്ട്. സമയം പോകുന്നതും അറിയത്തില്ല. അവിടെ വെച്ച് കാണാൻ സാധിച്ചു. I came to know about some of the departure only yesterday. While I was in office, wife called me and said she saw on Facebook from Mercy Chat was saying that son is gone. She has been going through this problem and we all know about it. But when I heard about the news, I was very troubled. I wanted to call George right away, but I don't know what to tell him. So I debated about calling him, and I come back from work till late, and as I was driving to home, immediately I saw phone ringing, and there it is George. I put out to his side. I was trying to gather the strength to talk to him, but he was so composed, so strong, and his words were coming out so positively, I had no reason to. I was making all excuses why I didn't call him, but he didn't even give me a chance to do that, and he was so strong in saying the facts, and he said, Johnson brother, you should take 10 minutes to talk to her. I said, no, absolutely not. I'm not going to talk. I'm not that kind of person. But he insisted, no, I should take it. I said, no, I'll take a minute, but don't write my name. I will take it in between, but he wrote the name anyway. I'm not going to talk. I'm not going to take 10 minutes, but I just want to say, Joshi, you have been an inspiration in my life and my dear ones, and you will still be. We are all veterans of faith, born in Pentecostal churches, and other things, but you are more strong. You have more strong faith in Jesus, and you carry through all this with a smile on your face always. ദൈവത്തിന് മഹത്വം. പ്രിയ സാറയുടെ വേർപാടിൻ്റെ ദുഃഖത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വളരെ ലേറ്റായിട്ടാണ് ഈ വാർത്ത അറിയുവാൻ കഴിഞ്ഞത്. ഫേസ്ബുക്കിൽ ഇങ്ങനെ ബെനി ബ്രദർ ഇട്ടിരിക്കുന്ന പിക്ചർ കണ്ടു. വലുതായിട്ട് എനിക്ക് മനസ്സിലായില്ല. ലേറ്റായിട്ട് അദ്ദേഹം ഒന്ന് വിളിച്ചു, ഡീറ്റെയിൽസ് കിട്ടിയില്ല. ഇന്ന് പകല ഡീറ്റെയിൽസ് കിട്ടി. നോർത്ത് ഈസ്റ്റ് ചട്ടക്കോട് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ പെട്ട ഒരു സഭയാണ് ഈ സഭ. ആ നിലയിൽ എനിക്ക് ചിലയിടങ്ങളിലൊക്കെ ഷെയർ ചെയ്യുവാൻ കഴിഞ്ഞു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ എല്ലാ സഭകളെയും റീജിയനിലുള്ള എല്ലാ സഭകളെയും അറിയിക്കാറുണ്ട്, ഇമെയിൽ ചെയ്യാറുണ്ട്. ഇന്ന് പകൽ ചിലയിടങ്ങളിൽ അറിയിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. നമ്മുടെ കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു പ്രാണനെ വിട്ടു, ആത്മാവിനെ പിതാവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. ശരീരം യോസേഫിൻ്റെ കല്ലറയിൽ. ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് ഘടകങ്ങൾ വേർതിരിയുന്നതാണ് അക്ഷരീയമാണ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ദൈവമക്കളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രധാനദാസന് പ്രിയ ജോഷി ബ്രദർ വർഷങ്ങളായി പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. താൻ കടന്നുപോയ എല്ലാ അവസ്ഥയും സ്വർഗത്തിലെ ദൈവം തന്നെ സഹായിച്ചു. ദൈവത്തെ നന്നായി ആരാധന
പ്രാർത്ഥിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് ജോഷി. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഉള്ള വിടുതൽ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കാണുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനങ്ങൾ ഇങ്ങനെ എഴുതി, 2 Corinthians chapter 1 verse 3, Blessed be the God and Father of our Lord Jesus Christ, the Father of mercies and God of all comfort, who comforts us in all our tribulation, that we may be able to comfort those who are in any trouble with the comfort with which we ourselves are comforted by God. Our God is a God who comforts those who grieve. Our God is a God who comforts those who go through tough time in their life. When they are in crushing experience, when they go through, really in a pressurized area, God is there to comfort you, dear brother Joshi, because the word of God is always true. And when it is said yes and amen, it is always true. Our Lord Jesus Christ is here today and to comfort you and comfort all the friends and family members and the church. In any, even in Paul's life, we can see that when he went through a tribulation experience, he was praising God. Blessed be the God. Amen. In every areas of our life, we can praise God. Hallelujah. God can comfort us in all the pain, because Christ Jesus conquered the pain. Christ Jesus conquered the death. Christ Jesus conquered the grave. We serve a God who conquered victory. In 1 Corinthians 15 we know, or death, where is your sting? Or Hades, where is your victory? Yes, we have pain here. The physical life is very short, which we received from God. Amen. It's like a shadow. It's like a vapor. Amen. It is uncertain. We have no idea when we will depart from this part of this world. But it is certain that we will be on the other side of the shore. Praise God. And we cannot predict when we will depart. But one thing that we can say, that we will be with God, like we heard from this pulpit, that absent from the body, present with God. Hallelujah. I mean, we don't know when the death will encroach us, but one thing we know, Christ is with us, and the moment we depart from here, we will be with God. Hallelujah. So I just want to conclude the words, Blessed be the God and Father of our Lord Jesus Christ. Blessed be God. Let us worship Him, let us praise Him, even though I go through the valley of the shadow of death. God is with us. I express my condolences on behalf of International Christian Church. Amen. God bless you and comfort you. God bless. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന നാം പലരും മരണത്തെ അടുത്ത് രുചിച്ചറിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരാണ്. മരണം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മായിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. മാതാപിതാക്കൾ കടന്നു പോകുമ്പോൾ ദുഃഖമുണ്ട്. എന്നാൽ ഞാനിവിടെ നിന്നപ്പോൾ ഓർത്തൊരു കാര്യമുണ്ട്. നമ്മെ കുഴിച്ചിടേണ്ടി വരെ നാം കുഴിച്ചിടേണ്ടി വരുമ്പോൾ ആ ദുഃഖം സഹിപ്പാൻ കഴിയുന്നതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ അടക്കം ചെയ്യണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അടക്കം ചെയ്യേണ്ടി വരുമ്പോൾ അത് സഹിപ്പാൻ കഴിയുന്നതിലപ്പുറമായ വേദന ഉളവാക്കുന്ന സംഗതിയാണ്. ജോഷിയെ ദൈവം ബലപ്പെടുത്തട്ടെ. That is all I can wish for today. No matter how much I talk, no matter how
much others talk, none of those are going to console Brother Joshi, but only the Word of God that gives us the hope, the eternal hope can console him, comfort him. The Bible says that you should not be grieved like those who do not have any hope. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കരുതെന്നാണ്. ദുഃഖമുണ്ട്, ദുഃഖിക്കണം. That is a natural thing. But the key verse in there is that we are not grieving like those who do not have any hope. As we heard, we have a hope that we will see Sarah one day. Brother Joshua will see Sarah one day in heaven. That is the hope that we have. So I want Joshi and the rest of the family and the church members to be assured of that hope, that we can see Sarah one day in heaven. As many of you know, I was pastoring this church for a number of years. But I never had an opportunity to see Sarah grow and to interact with her, because immediately after she was born, she was taken to India to be with her grandparents. So I never had an opportunity to have more contact with Sarah. But Joshi and his wife, they were faithful members of this church. And one thing I can say about Joshi, that his faith, his unwavering faith, is commendable. Many of us, when we face difficulties and problems, വളരെ മാനുഷികമായിട്ടുള്ള ഒരു വലിയ വിഷമത്തിലാണ് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ജോഷിയുമായിട്ട് 16-17 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ഇവിടെ വിദേശത്ത് താമസിച്ചിരുന്ന സമയത്തൊക്കെ അനേക ദിവസങ്ങളും മണിക്കൂറുകളും പ്രിയ ജോഷിയുമായിട്ട് ദൈവസന്നിധിക്കാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളും എനിക്ക് നന്നായി അറിയാം. ഇവിടെ ഇരിക്കുന്ന പ്രായവ്യത്യാസമില്ലാതെ ഇരിക്കുന്ന പല ജീവിതങ്ങളുടെയും അവരുടെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെട്ട് നോക്കിയാൽ പ്രിയ ജോഷി കടന്നു പോയിരിക്കുന്ന വഴി പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, മനക്ലേശങ്ങൾ വളരെയധികമാണ്. എന്നാൽ താൻ ദിവസം കടന്നു വന്ന് കർത്താവ് സന്നിധി മുട്ടുമടങ്ങി കഴിയുമ്പോൾ ആ വിഷയങ്ങളൊന്നും താൻ ഓർക്കാതെ കർത്താവിനെ ആരാധിക്കുന്നതും ദിവസം തൻ്റെ ഹൃദയത്തെ പകരുമൊക്കെ കണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഈ ശരീരത്തോടല്ല, വിണ്മയമായ ശരീരം ധരിച്ചുകൊണ്ട് നമ്മൾ എടുക്കപ്പെടും. ആ മഹത്തരമായ ഒരു പ്രത്യാശ തന്നിട്ട് ഇന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. നമുക്കെല്ലാം മരണത്തെ ഒരുപക്ഷെ ഭയപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ മരണത്തെ ഹല്ലേലൂയ സ്വാഗതം ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കാം. എന്നാൽ ഇന്നിവിടെ കടന്നു പോകുന്ന മുമ്പേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശോധന ചെയ്യണം. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കും, ഞാൻ ഇന്ന് മരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ എന്നെപ്പോലെ പോഷണം വേറെ ആരുമില്ല എന്ന ദൈവത്തിൻ്റെ വഴി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിത്യം എവിടെയാണ് എന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദ്യമുണ്ട്. മറ്റാരുടെയും ഉപദേശം നമുക്കത് ആവശ്യമില്ല. നമ്മളെ തന്നെ ഒന്ന് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായിത്തീരും ഞാനത് വിശ്വസിക്കുന്നു. ഈ സമയത്ത് എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെയും ഞങ്ങളുടെ പ്രത്യാശ അറിയിച്ചുകൊണ്ട് Thank you, Sergeant, for the kind words and for coming all the way from Atlanta and speaking to us. May God bless you, your family, and all that you do for them. As Bianca was mentioning about Nancy, Joshi's sister, who's here from India, and she has been here for a few months now. And
her care I want to talk about just for a few minutes. That she gave Sarah is really worth mentioning here, and I'm thankful to God and thankful to Nancy for caring till the last moment. She was in the hospital for almost 2 months ever since they came from India, and she was tirelessly taking care of her like a mother would her child. And as we heard, she has a child of her own, and a 4-year-old whom she left with her husband, and she was here. She had actually gone to, she was here before and was supposed to go back permanently and during the summer months, and when they went to Kerala, she was not supposed to come back. But when I think back, it was God sent, the fact that she came back was something truly ordained by God, and God made that happen, and I'm glad that she made that decision and came here and took care of Sarah very well. And Nancy, I want to thank you on behalf of the church, on behalf of everyone here, and may God bless you richly for all that you did for Sarah. And it's at this time we will watch a video that Julie has prepared for us about Sarah's life. So let us watch. And Shane, if you can go out and move from that side and go towards the back. Thank you. മരുകരയിൽ
സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. വരുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. Two more people speaking, and Brother Samuel will be one will come forward and say a few words, and also after that, Professor Sonny Matthews is going to come forward and say a few words. Praise be to God. This meeting is for the living. I just want to say that at the outset. I had only very brief acquaintance with Sarah, but we have known Brother Joshi for many years. We worship together. We have the same career. We're both teachers. And we used to share our problems with each other. One thing that has struck me about Joshi is his firm faith in the Lord Jesus Christ. Many times, as many speakers spoke here, we have so many questions in our mind without answers. But there is one answer from the Bible. Why is a question that has always been asked. Why all these things happen in one man's life? We don't know the answer to that, but there is one answer that the Bible clearly gives. If Joshi's difficulties were given to somebody else, they wouldn't be able to handle it. God gives us only what we can handle. There is one thing that sets us apart from other people, what sets a Christian apart from other people. We have a hope that goes through the veil into eternity. That's what sets us apart. Whatever is to be said has already been said. Brother Raju just expressed the feelings that I thought I would share. I've known Joshi for the past 15 years at least. We worked together for a few years in the same school. And what struck me most about Joshi was the strength of his faith, the unwavering faith that he displayed in the face of the most challenging situations in life. I used to meet him almost daily while I was in the same school. When he was passing through very tough times. Humanly speaking, I thought, how could any man go through this and still maintain a smiling face? Some of his close associates in the church, some of his close friends would know how he managed. His wife was in the hospital. May God give him that strength continuously. On my personal behalf, my family's behalf, and on behalf of the Graces and David God Spring Valley, I extend hearty condolences to Joshi and his family. Thank you, Sonny Uncle. And that's the end of the speakers here today. We are almost at the close of the wake.
I want to thank all of you for coming here today and speaking. Several of you spoke here today from the bottom of your hearts. And I want to thank on behalf of Brother Joshi and his family, and also on behalf of the church. Thank you very much. Thank you for all that you've done, for all your prayers, for all your support throughout the years. And thank you for taking time out of your busy day and coming here and blessing us with your presence. At this moment, we're going to sing one more song, and at that time, anyone who wants to
ഞങ്ങളുടെ കർത്താവ് രൂപാന്തരം പ്രാപിച്ചതിനാൽ ഞങ്ങളെ രൂപാന്തരം പ്രാപിക്കും. നിത്യയുഗം ഞങ്ങൾ നിന്നോടുകൂടെ മഹത്വത്തിലായിരിക്കുമെന്നുള്ള വലിയ പ്രത്യാശയും സന്തോഷവും ഞങ്ങൾക്ക് തന്നിരിക്കാൻ ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. ഈ സന്ധ്യാവേളയിൽ കർത്താവേ, അടിയങ്ങൾ നിന്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. വിശേഷാൽ പ്രിയ ജോഷിയെ നിന്റെ കരങ്ങൾ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങൾ ദുഃഖത്തിലും പ്രയാസത്തിലും വേദനകളും കണ്ണുനീരും ഒക്കെ കടന്നു വന്നുവെങ്കിലും അതിലൊക്കെ നടുവിൽ ബലവും അതേ പ്രത്യാശയം നൽകി നീ നിർത്തിയിരിക്കാതെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. നിന്റെ മകനെ തുടർന്ന് ബലപ്പെടുത്തണമേ. അവർക്ക് നൽകിയ പൈതൽ കർത്താവേ 15 വർഷക്കാലം ജീവിച്ചു. തന്റെ വേഗത്തിൽ വെച്ച് തന്റെ ഭവനത്തിലേക്ക് ആ പ്രിയ പൈതൽ കടന്നുപോയി. ഞങ്ങൾക്ക് അതിൽ ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ ദുഃഖിക്കുകയല്ല. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പൈതലിനെ ഞങ്ങൾ വീണ്ടും കാണും നിന്റെ സന്നിധിയിൽ. എത്രയും വേഗം ഞങ്ങൾ കാണും ആ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. പ്രിയപിതാവിനെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. ആ ജോഷിയുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരെയും ബലപ്പെടുത്തണമേ. ആശ്വാസത്താൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷായ സഭയിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ നാളുകളെ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ സന്നിധിയിലായിരിക്കുന്ന ആർക്കെങ്കിലും ആ പ്രത്യാശയില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുന്ന രാത്രിയാക്കി ഒന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവേ നാമത്തെ മഹത്വപ്പെടുത്തിയതിനാൽ സ്തോത്രം. നിന്റെ വചനം ഞങ്ങളോട് ഇടപെട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ, പിരിയാത്തതയും സ്നേഹത്താൽ നിറയ്ക്കണമേ. അവിടുത്തെ വരെ താമസിക്കുന്ന ആൾക്കാരെ നടക്കുന്ന ശുശ്രൂഷകളിലൊക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. ഏറ്റവും നല്ലൊരു യാത്രയെ പ്രിയമായതിനോട് നൽകി അതേ തിരുനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാത്രകളെ കൊണ്ട് കേട്ടതോർത്ത് സ്തോത്രം. സകല മഹത്വം തിരുമേനിക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടാൻ നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും വിശേഷാലും ജോഷിയോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു.
നഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. നഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യം എന്തു തരും? ആത്മക്ലേശം അതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു.